ആയിഷാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലുള്ള കപ്പിൽ 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂണ് ഈസ്റ്റ്, 1 കപ്പ് സാധാ നമ്മളെ ചോറിട്ടോ, മൂടരിച്ചോറ്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഈ കുറഞ്ഞ ചേരുവകൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. വെള്ളപ്പത്തിൻ്റെ ഒരു റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതും തലേന്നൊന്നും ഇതാക്കി വെക്കണ്ട. ഇത് നമുക്ക് തലേന്ന് രാത്രി ഇങ്ങനെ ചെയ്ത് വെക്കണം, പിറ്റേന്നാണ്. അപ്പോൾ ഓവർനൈറ്റ് രാത്രി നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ട് മാവ് ആവാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അതെന്തായാലും നിർബന്ധമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒന്നും ആവശ്യമില്ല. കുറച്ച് ചോറും 1 ടീസ്പൂണ് ഈസ്റ്റും അതുപോലെ അരിപ്പൊടി 2 കപ്പ് അരിപ്പൊടിയല്ല ഞാൻ എടുത്തത്. അതെല്ലാം കൂടി ഇതാക്കണം. കുറച്ച് വെള്ളത്തിൽ മിക്സാക്കി, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് വെള്ളം വേണ്ടിട്ടോ. ഞാൻ അതാ മിക്സിന് ജാറിലിട്ട് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് കറക്കിയെടുക്കുക. ഇത് ഞാനൊരു ഡവറിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഡവറിലേക്ക് ഒഴിച്ചെടുത്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ള മിക്സും കൂടി ഞാൻ നല്ല പോലെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് വരാം. ഇത്രയും ഒരു തിക്നെസ്സിലാട്ടോ ഞാൻ ഇതാക്കിയെടുത്തത്. അപ്പോൾ തോനെ ലൂസായി പോരുത്. ഞാൻ ബാക്കിയുള്ളതും കൂടി ഇതിലൊഴിച്ച് വെച്ചണേ. പിന്നെ ഇതാക്കണ രാവിലേക്ക് നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട്. ഞാൻ രാത്രി ഇത് മാവ് പുളിക്കാൻ വേണ്ടി വെച്ചു. നേരം വെളുക്കുമ്പോഴേക്കുള്ള അവസ്ഥയാണ്. നല്ല പോലെ മാവ് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു തിക്നെസ്. ഇത്രയും തിക്നെസ് മതിയേ. ഓവറായിട്ട് വേണ്ട വെള്ളപ്പല്ലേ. ഇനി നമുക്ക് ഈ മാവ് വെച്ചിട്ട് വെള്ളയപ്പം ഒന്നുണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാക്കണം. വെള്ളപ്പത്തിൻ്റെ ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചട്ടിയൊക്കെ പഴക്കമുള്ളതാണ് കേട്ടോ, തോനെ പുതിയൊന്നല്ല. അപ്പോൾ നമ്മുടെ മാവ് ഓരോ തവി ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലോട്ട് ഞാൻ കുറച്ച് പഞ്ചസാര, 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ആക്കി എടുക്കണം കേട്ടോ. പഞ്ചസാര ഒന്ന് ഇത് ഈ മാവിൽ പിടിക്കുന്ന രീതിയിൽ ഇനി നമുക്ക് വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ, പെട്ടെന്ന് മാവാക്കിയെടുക്കാൻ പറ്റിയ ഒരു അപ്പാട്ടത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റുമാണ് കഴിക്കാൻ. ഒരുപാട് സാധനങ്ങളും വേണ്ട. ഞാൻ ഇതിലോട്ട് തേങ്ങയൊന്നും ചേർത്തിട്ടില്ല. ഇതിലോട്ട് ചേർത്തത് ചോറും ഈസ്റ്റും അരിപ്പൊടി മാത്രം കേട്ടോ. നല്ല അടിപൊളിയായിട്ടാണ് ഈ ഒരു വെള്ളപ്പം ആയി വന്നത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള വെള്ളപ്പം കൂടി ഒന്ന് ഇതുപോലെ ആക്കിയെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് നിങ്ങൾക്ക് അറിയിക്കാനുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കണം. അപ്പം എൻ്റെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാൽ ഞാൻ വിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതായിരിക്കും. കണ്ടില്ലേ, ഇതാക്കണം. അടിപൊളിയായിട്ടുള്ള വെള്ളയപ്പാണ്. അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് കിട്ടും. പിന്നെ അരിയൊന്ന് കുതിർത്ത് അരച്ചുണ്ടാക്കി അങ്ങനത്തെ ആവശ്യങ്ങളേ അല്ല. നമുക്ക് അരിപ്പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു വെള്ളപ്പയാണ്. നല്ല ടേസ്റ്റിന് ഒരു കുറവില്ല കേട്ടോ. സാധാ വെള്ളപ്പം കഴിക്കണ എങ്ങനെ അതേ ടേസ്റ്റാണ് ഈ ഒരു വെള്ളപ്പത്തിനും. അപ്പം എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പുതിയൊരു വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബായ്. അസ്സലാമു അലൈക്കും.